35 കുട്ടികൾ. 35 കുട്ടികളെ ഞങ്ങൾ 5 കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരാഴ്ച മുമ്പ് മെയിൽ അയച്ച് അനുമതി വാങ്ങിച്ച് ഞങ്ങൾക്ക് അനുമതി പത്രം കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് 50 രൂപ ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരമാണ് ഞങ്ങൾ ചെന്നത്. ക്ലബ്ബുകളോ അല്ലെങ്കിൽ സ്കൂളുകളോ അതിൻ്റെ ലേബിൽ വന്നുള്ള കുഴപ്പമില്ല. പക്ഷേ NSS എന്ന് പറയുന്ന പോലെ സമുദായ സംഘടനകളുടെ കീഴിൽ ആരും ഇവിടെ കടന്നു വന്ന് ഞങ്ങൾ അനുവദിക്കാമെന്ന രീതിയിൽ പറഞ്ഞു. അധ്യാപകരെല്ലാവരും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും വിദ്യാർത്ഥികൾ പറയുന്നത് അത് അനുവദിക്കാനൊക്കെയല്ല, വിദ്യാർത്ഥികളുടെ പെർമിഷൻ ഇല്ലാതെ ആരെ ഇവിടെ പ്രവേശിപ്പിക്കാനൊക്കെയല്ല പറഞ്ഞു. അങ്ങനെ സാഹചര്യത്തിൽ പിന്നെ ഞങ്ങൾ മടങ്ങിപ്പോരേണ്ടി വന്നു. എനിക്ക് ക്ലാസ് എടുക്കാനും പറ്റില്ല, ഈ കുട്ടികൾക്കും അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. സ്ഥലം ഒരു സംഘടനയെ അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ NSS ആയിക്കോട്ടെ, SNDP ആയിക്കോട്ടെ, വല്ല പള്ളികളായിക്കോട്ടെ, അവിടെ നിന്ന് കുട്ടികളെ ചെല്ലുമ്പോഴത്തേന് അവരെ സ്വീകരിക്കുകയും അതല്ലേ ശരി യഥാർത്ഥ മതേതരത്വം. നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. വിദ്യാർത്ഥികളോട് നമുക്ക് ഒരു എതിർപ്പില്ല. വിദ്യാർത്ഥികൾ വരട്ടെ, വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരിക്കട്ടെ. രാവിലെ കുഞ്ഞുങ്ങൾ അത് നിങ്ങളുടെ വാശി മാത്രമാണ്. അത് നിങ്ങളുടെ വാശി മാത്രമാണ്. ഞങ്ങളുടെ പാരന്റ്സ് ആയിട്ടുള്ള നിങ്ങൾ 3-4 പേര് പേരന്റ്സ് ആയിട്ടിരുന്നാണ്. ഇതിനകത്ത് ഈ കരയോഗത്തിന്റെ ഭാരവാഹികളുടെ ആളുകൾ മാറി നിൽക്കണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കരയോഗമായതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. കരയോഗം അത് NSS കരയോഗമായതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതാണ് അദ്ദേഹം പറയുന്നത്. വന്നപ്പോൾ തൊട്ട് NSS കരയോഗത്തിന്റെ ആൾക്കാർ മാറണമെന്നാണ് പറയുന്നത്. സിനിമയെ കുറിച്ച് പഠിക്കണം, സിനിമയെ കുറിച്ച് അറിയണം. ഇവർ നിഷ്കളങ്കമായിട്ടാണ് ഇത്തരത്തിലൊരു സംഘടനയുടെ കൂടെ വന്നിട്ടുള്ളത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ആർക്കും അത്തരത്തിലൊരു ബാനറിന്റെ ഭാഗമായിട്ടല്ല ഈ വിദ്യാർത്ഥികൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ആ ബാനറിൽ നിങ്ങൾ ആ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നുകൊണ്ടാണ് നിങ്ങളോട് മാറി. ഇതൊന്നും ഞാൻ ഇത്രയും അനുവദിച്ചു. ഞാൻ പിന്നെ ഇനി ഈ ക്ലാസ് ഞാൻ തീർക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് തർക്കിക്കുകയോ പഠിക്കുകയോ ചെയ്യാം. നിങ്ങൾ ഇവരോട് പറഞ്ഞാൽ പേരൻസും അവിടെ ഇരുന്നോട്ടെ. എനിക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അല്ല, അത് അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും. പിന്നെ ഇപ്പം പുറത്തേക്ക് പോകും. ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. I am very sorry. I apologize to you, all of you. And ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ എനിക്ക് ക്ലാസ് എടുക്കാനും പറ്റില്ല, ഈ കുട്ടികൾക്കും അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അത് പിന്നെ അതിൽ എൻ്റെ വീഴ്ച ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് പിന്നെ ദയവ് ചെയ്ത് പുറത്തു പോവുക. കേരളം മുഴുവൻ സർക്കാർ സ്ഥാപനം നമസ്കാരം. കോട്ടയം പള്ളിക്കത്തോട് പൂവത്തിളപ്പിൽ പ്രവർത്തിക്കുന്ന KR നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനുമതി വാങ്ങി സന്ദർശിക്കാനെത്തിയ ബാലസമാജം വിദ്യാർത്ഥികളെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇറക്കിവിട്ടതായി പരാതി. കോട്ടയം പാമ്പാടിയിലെ NSS കരയോഗത്തിൻ്റെ കീഴിലുള്ള ബാലസമാജത്തിലെ 35ഓളം കുട്ടികളാണ് അനുമതി വാങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കുന്നതിനായി എത്തിയത്. ഒരുപറ്റം പുരോഗമന ചിന്താഗതിക്കാരെന്ന് പറയുന്ന ആ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളാണ് ഇവരെ ഇറക്കിവിട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ നടന്നു വരികയാണ്. ഇത് സംബന്ധമായി ബന്ധപ്പെട്ട് ഇവർ പരാതിയും നൽകിയിട്ടുണ്ട്. പാമ്പാടി NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. സെക്രട്ടറിയാണ് അജിത് കുമാർ. താങ്കളും ഉണ്ടായിരുന്നു. കുട്ടികൾ എത്ര കുട്ടികളുണ്ടായിരുന്നു? 35 കുട്ടികൾ. 35 കുട്ടികളെ ഞങ്ങൾ 5 കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുണ്ടായിരുന്നു. ഇത് അനുമതി വാങ്ങിയാണോ പോയത്? തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരാഴ്ച മുമ്പ് മെയിൽ അയച്ച് അനുമതി വാങ്ങിച്ച് ഞങ്ങൾക്ക് അനുമതി പത്രം കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് 50 രൂപ ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരമാണ് ഞങ്ങൾ ചെന്നത്. ശനിയാഴ്ചയാണ് ഞങ്ങൾക്ക് സമയം കിട്ടി. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചെന്നു. 10 മണി മുതലാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചത്. ഈ കുട്ടികളൊക്കെ എത്ര വിദ്യാർത്ഥികളാണോ? എങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ? 10നും 17നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. 10 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ആരാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത്? നിങ്ങളെ ഇറക്കി വിട്ടത് സാഹചര്യമാണ്. നമ്മളിപ്പം അവിടെ ചെന്നു. അരമണിക്കൂർ ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഡയറക്ടർ സണ്ണി ജോസഫ് സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ തിയേറ്ററിലേക്ക് പ്രവേശിച്ചു. തിയേറ്ററിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ആ സമയത്ത് കുറച്ച് കുട്ടികൾ അവിടെ കടന്നു വരികയും അവരെ ഒരു ലഘുലേഖ അല്ലെങ്കിൽ ഒരു പേപ്പർ കട്ടിങ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയും ചെയ്തു. ജാതിയുടെ പേരില്ലാതെ വിദ്യാർത്ഥികളെ കടന്നു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ കട്ടിങ് കൊടുക്കുകയും
ക്ലാസ് എടുക്കുന്നതിന് തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതായത് അവർ പറഞ്ഞ കാരണം ഇതാണ്, NSS പോലുള്ളൊരു സമുദായ സംഘടനയുടെ ലേബലിൽ ഇവിടെ ആരും വരേണ്ടതില്ല, അല്ലാതെ മറ്റുള്ള ക്ലബ്ബുകളോ അല്ലെങ്കിൽ സ്കൂളുകളോ അതിൻ്റെ ലേബലിൽ വന്നുള്ള കുഴപ്പമില്ല. പക്ഷേ NSS എന്ന് പറയുന്ന പോലെ സമുദായ സംഘടനകളുടെ കീഴിൽ ആരും ഇവിടെ കടന്നു വന്ന് ഞങ്ങൾ അനുവദിക്കുക എന്ന രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ രക്ഷകർത്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ കമ്മിറ്റിക്കാരായി ഞങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു അവർ വന്നതല്ല, അവരിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അങ്ങനെ സാഹചര്യത്തിൽ ക്ലാസ് നടക്കാതിരിക്കുകയും ഞങ്ങൾ പുറത്ത് പോവുകയും ചെയ്തത്. വിദ്യാർത്ഥി സംഘടനകളാണോ പേര് വല്ലതും പറഞ്ഞിരുന്നു അവർ? സംഘടനകൾ വിദ്യാർത്ഥി കൗൺസിൽ എന്നാണ് പറഞ്ഞത്. അവിടുത്തെ വിദ്യാർത്ഥികൾ സംയുക്ത യൂണിയൻ പോലാണ് പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് പ്രത്യേക സംഘടന പേര് പറഞ്ഞിട്ടില്ല. വാക്കുതർക്കമൊക്കെ ഉണ്ടായോ നിങ്ങളുമായിട്ട്? ഞങ്ങളുടെ വാദഗതികൾ അവതരിപ്പിച്ചു. പക്ഷേ അവർക്കത് ബോധ്യപ്പെടുന്നു. ഞങ്ങൾ പറഞ്ഞു നിലവിലിപ്പം ഞങ്ങൾ വന്നു, ഞങ്ങളേത് ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കുക, ആ വിഷയം കഴിച്ചു പോനെ. അതല്ലെങ്കിൽ അവർക്ക് അനുവദിക്കാമായിരുന്നു. പറയും തൽക്കാലം വന്നാലേ ഇവർ ഇരിക്കട്ടെ, ഇനി മുതൽ പാടില്ലെന്ന് വേണേൽ പറയായിരുന്നു. അത് അവർ സമ്മതിക്കാഞ്ഞാൽ ഞങ്ങളും പിന്നെ വിട്ടുവീഴ്ച ചെയ്തില്ല. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വെളിയിൽ പോയി നിൽക്കുകയും കുട്ടികൾ ക്ലാസ്സിലിരിക്കുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾ അനുകൂലിച്ചില്ല. ഞങ്ങളങ്ങനെ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. കുട്ടികൾ എന്ത് പറഞ്ഞു? അപ്പം കുട്ടികൾക്ക് വളരെ വിഷമമായി. കാരണം നമ്മൾ വളരെ വലിയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് കഴിച്ചില്ലെന്നേ. കാരണം ലോകപ്രശസ്തനായ സംവിധായകനാണ്, വളരെ നമ്മുടെ ഇങ്ങനെ വളരെ പ്രമുഖ സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ട്, നിങ്ങളത് കണ്ടിരിക്കണം. അവിടെ ഈ 30 കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പേർക്കെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ സിനിമയുമായി ബന്ധപ്പെട്ടൊരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പ്രതിഭ നമുക്കുണ്ടാകും. ആ ഒരു സങ്കല്പത്തിൽ അവരെ കൊണ്ടുപോയത്. കാരണം നമ്മൾ കളിചിരികൾ മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിയണമല്ലോ, ആ ഒരു സങ്കല്പത്തിൽ കൊണ്ടുപോയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അത് വളരെ നെഗറ്റീവായൊരു അനുഭവം മാറി. അനുമതിയെല്ലാം വാങ്ങി വന്നപ്പോഴാണ് ഈ അവിടുത്തെ കോളേജിൻ്റെ അധികൃതർ പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കുന്നില്ല, ഈ കുട്ടികൾ വിദ്യാർത്ഥികൾ. അത് അവിടെ ഒരു വലിയ റോളില്ല. കാരണം കുട്ടികൾക്കാണ് അവിടെ അഭിപ്രായം കൂടുതൽ തോന്നുന്നത്. കാരണം ഡയറക്ടറാണ് ഞങ്ങൾക്ക് അനുമതി, അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്, അധ്യാപകരെല്ലാവരും ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും വിദ്യാർത്ഥികൾ പറയുന്നത് അത് അനുവദിക്കാൻ ഒക്കില്ല, വിദ്യാർത്ഥികളുടെ പെർമിഷൻ ഇല്ലാതെ ആരെ ഇവിടെ പ്രവേശിപ്പിക്കാൻ ഒക്കില്ല പറഞ്ഞു. അങ്ങനെ സാഹചര്യത്തിൽ പിന്നെ ഞങ്ങൾ മടങ്ങിപ്പോരേണ്ടി വന്നു. NSS കരയോഗം ഞാൻ കേട്ടിട്ടുണ്ട്, തെക്കുംതല കരയോഗമായിട്ട് എന്തോ ബന്ധമുള്ളതാണ്, അതിനെപ്പറ്റി അറിയാമോ? തീർച്ചയായിട്ടും ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന ഈ കരയോഗം വിട്ടുകൊടുത്ത സ്ഥലത്താണ്. കരയോഗത്തിൻ്റെ സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്താണ് ആ സ്ഥാപനം ഇവിടെ വന്നിരിക്കുന്നത്. അത് അതിൻ്റെ സ്കൂളൊക്കെ വിട്ടുകൊടുത്തിട്ടാണ്, അവിടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർക്കറിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തര വേളയിലൊക്കെ നിയമസഭ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ ഏറ്റെടുത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. മഹാനായ KR നാരായണൻ അദ്ദേഹത്തിൻ്റെ പേരിലും കൂടിയാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത്. അതെ. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു ജാതി സംഘടന അവിടെ വരില്ല എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ, കൊച്ചു കുട്ടികളാണ് അല്ലേ? അവർ പറയുന്ന വാദത്തിനോടൊക്കെ പുരോഗമനവാദമാണെന്ന് പറയുമെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. കാരണം NSS നിരവധി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അല്ലാതെ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് അവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അപ്പം ഞങ്ങളൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ലേബലുള്ള NSS കരയോഗത്തിൽ നിന്ന് പോകുമ്പോൾ അതിലേ കൊടുക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ ലെറ്റർ പാഡിൽ തയ്യാറാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം നേരത്തെ ഇങ്ങനെ NSS പോലെ സംഘടനകൾ അവിടെ കയറ്റുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപക്ഷെ സ്കൂളിൽ വരി കൊടുത്തനെ. അപ്പോൾ ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ട് പോകുന്നത്. സാംസ്കാരികപരമായ സംഘടന കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കോവിഡ് കാലത്തൊക്കെ ആണെങ്കിലും ഒന്നും നോക്കാതെ ഈ പറഞ്ഞ വരമ്പുകളില്ലാതെ ഞങ്ങൾ സാമൂഹിക സേവനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊരു അപമാനിക്കുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, നമുക്കല്ല NSS അല്ല ഒരു സംഘടനയെ അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ NSS ആയിക്കോട്ടെ, SNDP ആയിക്കോട്ടെ, വല്ല പള്ളികളായിക്കോട്ടെ, അവിടെ നിന്ന് കുട്ടികളെ ചെല്ലുമ്പോഴേ അവരെ സ്വീകരിക്കുകയും അതല്ലേ ശരിക്കും യഥാർത്ഥ മതകരുത്തും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം ഇപ്പം ജാതീയമായി അധിക്ഷേപിച്ചാണ് പറയാൻ പറ്റും. കാരണം നിങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട് നിങ്ങൾ കയറണമെന്ന് പറയുന്നതിന് തുല്യമാണ് പറഞ്ഞത്. അങ്ങനെ ആരോടും പറയാൻ പാടില്ലെന്നുള്ളതാണ് നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിൽ അങ്ങനെ പാടില്ല ചെയ്യാൻ. അവർ പറയുന്നത് മതേതരത്വമാണ്, അല്ലെങ്കിൽ ജാതി ചിന്തകൾക്ക് അതീതമായ ഒരു കാര്യം. പക്ഷേ നമ്മൾ അതിന് ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ. അതെ, അതിന് അവർ പറഞ്ഞൊരു കാര്യം, ഒരു പുരോഗമന സമൂഹത്തിന് ഒരിക്കലും ജാതി സംഘടന അംഗീകരിക്കാൻ പാടില്ല. അവർ പുരോഗമന ചിന്തകളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അവർക്ക് ഇങ്ങനെയുള്ള ജാതി ചിന്തകളും അല്ലെങ്കിൽ ജാതി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പെരുമാറാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അതാണ് അതിന് കാരണം അവർ പറയുന്നത്. നമ്മൾ ആരെയാണെങ്കിലും ജാതിയുടെ കാര്യങ്ങളും അവരോട് വാദിക്കാനൊന്നും ചെന്നതല്ലോ. അല്ല, ഞങ്ങൾ ജാതിക്കാര്യം പറയാൻ പോകാതെ, ഞങ്ങൾ സമുദായ കാര്യം പറയാമല്ല. ഞങ്ങൾ ഒരു കാര്യം, ഞങ്ങൾ ഈ കുട്ടികൾ പോയവിടെ ഞങ്ങളവിടെ പോയി, ഇത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥാപനമല്ല. അപ്പം ഞങ്ങൾക്ക് ഇത് കാണാൻ കൗതുകമുണ്ട്, ഈ സിനിമ എടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പം ഞങ്ങളുടെ കൂടെ ഒന്ന് കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ ഞങ്ങളെ ഇറക്കി വിട്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഏതായാലും പരാതി കൊടുത്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുന്നത് തലത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. അതിന് ഇനി ഇങ്ങനെ അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത്. കാരണം ആര് കുട്ടികളെ കൊണ്ട് അവിടെ കയറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. അതിപ്പം ആരുടെയും ജാതി നോക്കണ്ട, എല്ലാവർക്കും അതിനുള്ള അവകാശമല്ല. ഇപ്പോൾ പൊതു സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആരെയും മാറ്റി നിർത്തരുത്. ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇടയായ ആൾക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ കരയോഗത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്
നമ്മുടെ ബാലസമാജത്തിലെ വിദ്യാർത്ഥികളെ കൊണ്ട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോഴുണ്ടായ അനുഭവത്തെപ്പറ്റി പറയുമ്പോൾ വളരെയധികം വിഷമം ഞങ്ങൾക്ക് അതിനകത്തുണ്ട്. കാരണം ഞങ്ങൾ മുൻകൂർ അനുമതി മേടിച്ച് അവിടെ ചെന്നതിന് ശേഷം ഇതുപോലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ചെന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ച് അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കൂട്ടുനിൽക്കേണ്ട വിദ്യാർത്ഥികളാണ്. കാമ്പസുകളിൽ നമുക്കറിയാം, എല്ലാ കാമ്പസുകളിലും വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന സംഘടനകളാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് വളരെയധികം ദുഃഖകരമായ, ഖേദകരമായ ഒരു സംഭവമാണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 16-ാം തീയതി സംഭവിച്ചത്. അത് വിദ്യാർത്ഥികളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണോ എന്താണോ എന്ന് നമുക്ക് വളരെയധികം സംശയമുണ്ട്. കാരണം ഡയറക്ടറെ സംബന്ധിച്ച് അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കിത് സംസാരിച്ച് പ്രശ്നം സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതുപോലും അംഗീകരിക്കുവാൻ ആ വിദ്യാർത്ഥികൾ തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു കാര്യം. ഞങ്ങൾ നിയമപരമായുള്ള നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് തന്നെ പോവുകയാണ്. ഞങ്ങൾ അധികാരികൾക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം വരെ ഞങ്ങൾ നിയമപരമായ രീതിയിൽ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും തീർച്ചയായിട്ടും ഞങ്ങൾ പോയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സമുദായ സംഘടനയ്ക്കും, കേരളത്തിലെ ഒരു സമുദായ സംഘടനയ്ക്കും ഇനി മേലിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം സംഭവിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ. അത് NSS ആയാലും ശരി, SNDP ആയാലും ശരി, മറ്റ് ക്രിസ്ത്യൻ സമുദായ സംഘടന ആയാലും ശരി, മുസ്ലിം സംഘടനകളായാലും ശരി, അവർക്ക് ഇതുപോലുള്ള ഗവൺമെൻറ് പൊതുവായിട്ട് ഇതുപോലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തന്നെ സമൂഹത്തിന് വേണ്ടിയാണ്. ആ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഇത് വന്ന് കണ്ട് പഠിക്കുവാനും അവർക്ക് ഇത് പ്രചോദനമേകി അവരെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അവർക്ക് നയിക്കുവാനും പ്രേരണ നൽകേണ്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് ഇതുപോലെ ഗുരുതരമായ ഒരു വീഴ്ച ആ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായതിനുള്ള ശക്തമായ പ്രതിഷേധം കരിയോഗത്തിൻ്റെ പേരിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സാംസ്കാരിക കേരളത്തിന് കലാരംഗത്ത് പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനായാണ് ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നത്. NSSൻ്റെ നേതൃത്വത്തിൽ ബാലസമാജത്തിലെ കുട്ടികളുമായി എത്തിയത് അനുമതി വാങ്ങിയാണ്. എന്നാൽ പുരോഗമന ചിന്താഗതിയുടെ പേരിൽ ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇവരെ അപമാനിച്ചിറക്കി വിടുകയായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. ഏതായാലും ഇത് അംഗീകരിക്കാനാവില്ല. ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടുണ്ട്. വലിയ സന്തോഷത്തോടെയാണ് ആ 35ഓളം കുട്ടികൾ അവിടെ എത്തിയത്. എന്നാൽ വേദനയോടെ അവരുടെ ആ ഉദ്യമം ഉപേക്ഷിച്ച് മടങ്ങി വരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മേലധികാരികൾ പറഞ്ഞത് ഈ വിദ്യാർത്ഥികൾ കണക്കിലെടുത്തില്ല എന്നും പറയുന്നു. SFIയുടെ അടക്കം നേതൃത്വത്തിലാണ് ഇവിടെ ഈ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ എത്തിയതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല NSS ആണ് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയത്. അങ്ങനെ പാരമ്പര്യമായൊക്കെ ചരിത്രപരമായൊക്കെ കെട്ടണിഞ്ഞ് കിടക്കുന്നതാണ്. പുരോഗമന ചിന്താഗതിയുടെ പേരിൽ ഈ NSSൻ്റെ ഈ വിദ്യാർത്ഥികളെ ആരെങ്കിലും ആയിക്കോട്ടെ ഒരു മാനുഷിക പരിഗണനയെങ്കിലും നൽകേണ്ടതായിരുന്നു എന്നാണ് അഭിപ്രായം ഉയരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് തടസ്സം നിന്ന വിദ്യാർത്ഥികൾക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.